നമ്മളിപ്പോൾ വാച്ച് ടവറിൽ എത്തി നിൽക്കുകയാണ്. വാച്ച് ടവർ ഈ വാച്ച് ടവറിൽ നിന്നും കാണാവുന്ന കാഴ്ചകളെ കുറിച്ച് പറഞ്ഞാൽ, അത് വടക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ ആദ്യം കാണാവുന്ന ഈ കൊച്ചു ഈ മലയുടെ ഈ മരങ്ങൾ നിൽക്കുന്ന ആ റിസോർട്ടിന്റെ ഒക്കെ അപ്പുറത്തേക്ക് കാണുന്ന മലനിരകൾ കർണാടക സ്റ്റേറ്റ് കൊടക് ഡിസ്ട്രിക്റ്റിന്റെ കൂർഗ് മലനിരകൾ. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ഏഴിമല ആസ്ഥാനമായിട്ട് താമസിക്കുന്ന മൂഷക രാജവംശത്തിലെ ലാസ്റ്റത്തെ രാജാവായിരുന്ന വൈതൽകോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയാണിത്. ഈ മല റിക്കാർഡിക്കലായിട്ട് 2 പേരുകളിൽ അറിയപ്പെടുന്നു. ഹായ്, ഷോർട്ട് ഓൺ ടൈംസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് പൈതൽ മലയാണ്. കണ്ണൂർ ജില്ലയിലെ ടൂറിസം മേഖലയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പൈതൽ മല. പൈതൽ മല നമുക്കൊന്ന് കാണാം അല്ലേ? പൈതൽ മലയിലേക്ക് എത്താൻ ഇവിടെ നിന്നും കാനന യാത്രയാണ്. വനത്തിന്റെ മധ്യത്തിലൂടെയുള്ള കാനന പാതയിലൂടെയുള്ള രസകരമായ ആ കാഴ്ചകളിലേക്ക്. എന്ത് രസമാണല്ലേ ഈ കാനന യാത്ര. പുറത്ത് നല്ല ചൂടാണ്, പക്ഷെ AC-യുടെ കുളിർമയാണ് ഈ വനത്തിനുള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനിയും 1 കിലോമീറ്ററോളം മുകളിലേക്ക് പോകുമ്പോൾ പൈതൽ കുന്നുകളിലേക്ക് എത്താം. യാത്ര തുടരാം. അങ്ങനെ നമ്മൾ പൈതൽ കുന്നുകളിൽ എത്തിയിരിക്കുകയാണ്. നോക്കൂ, അതിവിശാലമായ പൈതൽ മല കുന്നുകൾ.
അങ്ങനെ പൈതൽ മലയുടെ ഏറ്റവും മുകൾ തട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്ത് രസമായിരുന്നു അല്ലേ കാനന യാത്രയൊക്കെ. കുന്നുകളൊക്കെ കണ്ടില്ലേ എല്ലാവരും. ഇവിടെ നിന്ന് നോക്കിയാൽ എന്താ പറയണ്ടേ, വാക്കുകൾക്ക് അതീതമായ സുന്ദരമായ ഒരു ലോകം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ അനുദിനം എത്തിക്കൊണ്ടിരിക്കുന്നതും. എന്നോടൊപ്പം നിൽക്കുന്നത് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറായ മിസ്റ്റർ ആന്റണി ചേട്ടനാണ്. ഈ പ്രദേശത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്കായി അദ്ദേഹം ഒന്ന് വിശദീകരിച്ച് തരുന്നതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. പറയൂ ചേട്ടാ, എന്താണ്? എന്റെ പേര് ആന്റണി പൈതൽമല. ഓക്കെ, ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ, ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ പൈതൽമലയെ കുറിച്ചുള്ള ചുരുങ്ങിയ, നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നാൽ അവിടെ നിന്ന് ഏകദേശം നിങ്ങൾ ടിക്കറ്റ് എടുത്ത ശേഷം 2 കിലോമീറ്റർ വൺ സൈഡായിട്ട് യാത്ര ചെയ്ത് നമ്മളിപ്പോൾ പൈതൽമലയുടെ മുകളിൽ എത്തിച്ചേർന്നു. ആ പുൽമേട്ടിൽ നിന്നും വീണ്ടും വിശാലമായ പച്ചപ്പകിട്ടാർന്ന പുൽമേട്ടിലൂടെ 1/2 കിലോമീറ്ററോട് യാത്ര ചെയ്ത് നമ്മളിപ്പോൾ വാച്ച് ടവറിൽ എത്തി നിൽക്കുകയാണ്. വാച്ച് ടവർ. ഈ വാച്ച് ടവറിൽ നിന്നും കാണാവുന്ന കാഴ്ചകളെ കുറിച്ച് പറഞ്ഞാൽ, അത് വടക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ ആദ്യം കാണാവുന്ന ഈ കൊച്ചു ഈ മലയുടെ ഈ മരങ്ങൾ നിൽക്കുന്ന ആ റിസോർട്ടിന്റെ ഒക്കെ അപ്പുറത്തേക്ക് കാണുന്ന മലനിരകൾ കർണാടക സ്റ്റേറ്റ് കൊടക് ഡിസ്ട്രിക്റ്റിന്റെ കൂർഗ് മലനിരകൾ എന്ന് പറയും. കർണാടകയിലെ കൂർഗ് മലനിരകളാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ നേരെ അങ്ങ് ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മുടെ കേരളത്തിന്റെ ഭാഗമൊന്നും ഇന്നത്തെ ദിവസം ക്ലിയർ ആയി കാണാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ കോഴിക്കോട് വയനാടൻ മലനിരകളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അത് വളരെ നൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് താമരശ്ശേരി ചുരം റോഡ് പോകുന്ന മലനിരകൾ. അതുപോലെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ വയനാടൻ മലനിരകളാണ് മറുഭാഗത്ത് കാണുന്നത്. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ കാലാവസ്ഥ ക്ലിയർ ഉള്ള സമയത്താണെങ്കിൽ തലശ്ശേരി മുതൽ കാസർഗോഡ് വരെയുള്ള കടലിന്റെ ഭാഗങ്ങളെ, കണ്ണൂർ ടൗണ്, പയ്യാമ്പൽ ലൈറ്റ് ഹൗസ്, വളപട്ടണം പുഴ, മട്ടന്നൂർ വിമാനത്താവളം, ഏഴിമല, നാവിക അക്കാദമിയുടെ വ്യൂ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് ബേക്കലിന്റെ ഭാഗങ്ങള്, കാസർഗോഡിന്റെ ഭാഗങ്ങള് തുടങ്ങിയ ഭാഗങ്ങളാണ് നമ്മൾക്ക് ഈ ഏരിയയിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാം ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അതായത് ഈ മലയുടെ മുകളിൽ വന്നാൽ നമുക്ക് വൺ സൈഡ് ആയിട്ട് 5 കിലോമീറ്റർ യാത്ര ചെയ്ത് കാണാനുണ്ട്. 5 കിലോമീറ്റർ ഇനി ഇവിടെ കാണാനുണ്ട്. നമ്മൾ വന്നു കയറുന്ന എൻഡിൽ നിന്നും ആ എൻഡിൽ നിന്നും വലതു ഭാഗത്തേക്ക് തന്നെ വൺ സൈഡ് ആയിട്ട് 4 കിലോമീറ്റർ ദൂരം നമുക്ക് യാത്ര ചെയ്ത് നിരവധി കാഴ്ചകൾ കണ്ടാസ്വദിക്കാനുണ്ട്. അതായത് നമ്മൾ വന്നു കയറിയ എൻഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ ആ മലയുടെ മുകളിൽ മരങ്ങൾ തീർന്ന ഭാഗത്ത് അവിടെ നിന്ന് മറുഭാഗത്തേക്ക് നോക്കിയാൽ കർണാടക സ്റ്റേറ്റ് കൊടക് ഡിസ്ട്രിക്റ്റിന്റെ കൂർഗ് ഏരിയയിലെ 90% മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും. അതെ, അതായത് ഈ തലക്കാവേരി, തടിയന്റെ മോള്, ഏഴിമടക്കൻ, മഞ്ഞുമല, കത്തിപ്പാണ തുടങ്ങി 100 കണക്കിന് മലനിരകൾ, 10,000 ഏക്കർ കർണാടകത്തിൻ്റെതായ മലനിരകളും ഈ പുൽമേടുകളും ഒക്കെ നമുക്ക് നേരിൽ കാണാൻ സാധിക്കും. എന്ത് രസമാണല്ലോ, ഇത്രയും ഏറിയ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നു. ഇവിടെ എങ്ങനെയാണ്, വന്യമൃഗങ്ങളൊക്കെ ഉണ്ടോ? വന്യമൃഗങ്ങളൊക്കെ അപൂർവമായിട്ട് ശല്യമായിട്ടൊന്നുമില്ല. രാത്രി സമയങ്ങളിൽ മാത്രം ഇറങ്ങാറുണ്ട്. അത് നമ്മളുടെ ആൾക്കാർ രാവിലെ വന്ന് ക്ലിയർ ആയിട്ട് നോക്കി ഒന്നും ഇല്ലാന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങളെ കയറ്റാറുള്ളൂ. സേഫ് ആണെന്ന് 100% ശേഷം മാത്രമേ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് വിടാറുള്ളൂ. രാവിലെ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഇവിടെ സന്ദർശകരെ അനുവദിക്കുന്നത്? സന്ദർശകരെ അനുവദിക്കുന്നത് രാവിലെ 9 മണി മുതൽ ഇപ്പോഴത്തെ സമയം 3 മണി വരെ മാത്രം. 3 മണിക്ക് ശേഷം ഇരുളാവും. 3 മണിക്ക് ശേഷം 3 മണി വരെ വരുന്നവരും മടങ്ങി 5 മണിക്ക് കൗണ്ടറിൽ എത്തിച്ചേരേണ്ടതുണ്ട്. കാട്ടിനുള്ളിൽ ഇരുളാവും. കാട്ടിനുള്ളിൽ ഇരുട്ടാവും 5 മണിയോട് കൂടിയിട്ട്. ശരി. പിന്നെ നമ്മൾ ബാക്കി പറഞ്ഞാൽ ആ മലയുടെ മുകളിൽ നിന്ന് 1 കിലോമീറ്ററോടെ നമുക്ക് വൺ സൈഡായിട്ട് യാത്ര ചെയ്താൽ നമ്മുടെ രണ്ടാമത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ആൾക്കാർ വന്നു കയറുന്ന എൻഡിലെത്തും. അതായത് ആലക്കോട് കാഫിമല. ശരി. വീണ്ടും അവിടെ നിന്ന് വൺ സൈഡായിട്ട് 2.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ പൈതൽ മലയുടെ എൻഡിൽ എത്തിച്ചേരുകയുള്ളൂ. അവിടെയാണ് പണ്ട് രാജാവ് വനവാസം ചെയ്ത സ്ഥലം, ഓപ്പണായിട്ട് വെള്ളമൊഴുക്കുള്ള സ്ഥലം, മെയിനായിട്ടുള്ള വ്യൂ പോയിന്റുകളൊക്കെ ആ ഭാഗത്താണ്. അതായത് രാജാവ് എന്ന് പറഞ്ഞാൽ ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ഏഴിമല ആസ്ഥാനമായിട്ട് താമസിക്കുന്ന മൂഷക രാജവംശത്തിലെ ലാസ്റ്റത്തെ രാജാവായിരുന്ന വൈതൽകോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയാണിത്. ഈ മല റിക്കാർഡിക്കലായിട്ട് 2 പേരുകളിൽ അറിയപ്പെടുന്നു. ഒന്നാമതായി തന്നെ വൈതൽ മലയെന്നും രണ്ടാമതായിട്ട് പൈതൽ മലയെന്നും. വൈതൽ മലയെന്നും പൈതൽ മലയെന്നും പറയുന്നു. അതെ, ഈ വൈതൽ മല എന്നറിയപ്പെടാൻ കാരണം വൈതൽകോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയാണിത്. അതുകൊണ്ട് ആ രാജാവിന്റെ പേരിനോട് ചേർത്ത് വൈതൽ മല എന്ന് വിളിച്ചു പോകുന്നു. ശരി. ഇതൊന്നും അറിയില്ല, അപ്പം അറിയുമ്പോഴാണ് അറിയുന്നത്. പിൽക്കാലത്ത് നമ്മളുടെ ഈ മലയോട് ചേർന്ന് ഇതിന്റെ വടക്കു ഭാഗത്തായിട്ടുള്ള കർണാടക സ്റ്റേറ്റ് കൊടക് ഡിസ്ട്രിക്റ്റിന്റെ കൂർഗ് മലനിരകൾ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും 5000 അടി, 5500 അടി, 6000 അടിയൊക്കെ ഉയരമുള്ള വലിയ മലനിരകളാണ്. ആ വലിയ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു മലയാണ് നമ്മളുടെ മല. അതുകൊണ്ട് ഇതിനെ പൈതൽ എന്ന് വിളിച്ചു പോകുന്നു. വലിയ മലയോട് ചേർന്നുള്ള ഒരു കൊച്ചു മല ആയതുകൊണ്ട് പൈതൽ മല. അതെ, പിൽക്കാലത്ത് പൈതൽ മല എന്ന റിക്കാർഡിൽ പേരിലേക്ക് മാറി. പിന്നെ
ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന കാഴ്ചകൾ ഞാൻ പരിചയപ്പെടുത്തി. ഇനി നമ്മളുടെ ഈ മലയുടെ ഉയരം എന്ന് പറഞ്ഞാൽ 4500 അടിയാണ്. അതെ, സമുദ്രനിരപ്പിൽ നിന്ന് 4500 അടി ഉയരമുള്ള ഈ മലയുടെ മുകളിൽ വന്നാൽ കേരളത്തിലെ 4 ജില്ലകളുടെ ഭാഗങ്ങൾ കാണാം, അറബിക്കടൽ കാണാം, കർണാടകം കാണാം, അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാഴ്ചകളും. അതൊക്കെയാണ് ഇതിന്റെ മുകളിലെ കാഴ്ചകൾ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, പ്ലാസ്റ്റിക് കവറിലുള്ള ഭക്ഷണങ്ങൾ യാതൊരു കാരണവശാലും മലയുടെ മുകളിലേക്ക് കയറ്റാൻ അനുവദിക്കുന്നില്ല. പ്ലാസ്റ്റിക് കവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട്, അതുപോലെ ബീഡി, സിഗരറ്റ്, ലൈറ്റർ, തീപ്പെട്ടി, മധു, ഹാൻസ്, ലിക്കർ തുടങ്ങിയ മദ്യലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട്. ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അതെ. പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം എന്ത് വേണമെങ്കിലും കൊണ്ടുപോകുന്നതാണ്. അത് ഒന്ന് പാത്രത്തിലോ ഇലയിലോ പേപ്പറിലോ തുണിസഞ്ചിയിലോ ബാഗിലോ ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള എന്ത് ഭക്ഷണം കൊണ്ട്. പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ വാട്ടർ ബോട്ടിൽ എത്ര ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ്. അത് ടിക്കറ്റ് കൗണ്ടറിൽ അതിന്റെ എണ്ണം കൊടുക്കുകയും മടങ്ങി ചെല്ലുമ്പോൾ കാണിച്ചിട്ട് നമ്മുടെ കൗണ്ടറിന്റെ വെളിയിൽ ബൂത്തിൽ നിക്ഷേപിച്ചിട്ട് നിങ്ങൾക്ക് മടങ്ങി പോകാവുന്നതാണ്. അപ്പം അങ്ങനെയാണ് ചുരുങ്ങിയ കാര്യങ്ങൾ. പിന്നെ ചാനൽ ഷോർട്ട് ഓൺ ടൈംസ് യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പൊ എല്ലാവരും ലോകം മൊത്തമുള്ള ആളുകൾ ഇത് കാണുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. പിന്നെ പൈതൽ മലയുടെ അന്നത്തെ വിവരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പറും കൂടി തരാം. ആ നമ്പറിൽ വിളിച്ചാൽ അപ്പൊ കോൺടാക്ട് ചെയ്യും. അപ്പൊ ഫോൺ നമ്പർ 94 96 47 62 36. ഒരിക്കൽ കൂടി പറയാം, 94 96 47 62 36. ഈ നമ്പറിൽ നിങ്ങൾക്ക് ഏത് സമയം കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പൈതൽ മലയിലെ അന്നത്തെ കാര്യങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു തരുന്നത്. കേട്ടല്ലോ. എന്ത് സംശയത്തിനും എൻക്വയറി ഈ നമ്പറിൽ നിങ്ങൾക്ക് സധൈര്യം കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും ഈ കാണുന്ന ഇടുങ്ങിയ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് പോയാൽ അങ്ങേ അറ്റത്ത് നിന്ന് നല്ലൊരു കാഴ്ചകൾ കൂടി കാണാം. അങ്ങോട്ടേക്ക് പോവാം. പൈതൽ മലയിൽ നിന്നുള്ള വിശാലമായ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടുവല്ലോ അല്ലേ? എന്ത് രസമാണല്ലേ? ഇതുവരെയും പൈതൽ മല സന്ദർശിക്കാത്തവർ തീർച്ചയായും ഇവിടെ വരണം, ഇതൊക്കെ കാണണം. അത്രയ്ക്ക് രസകരമാണ്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ വളരെ നല്ലൊരു ഏരിയയാണ്. ഡോണ്ട് മിസ്. അപ്പോൾ ബൈ, ടാറ്റാ.